കോരിച്ചൊരിയുന്ന മഴയിലും ആവേശത്തിൻ്റെ തീയണയുന്നില്ല. അത്രയധികം ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് ഉറക്കെ മുദ്രാവാക്യം നമ്മൾ കഴിഞ്ഞ 2 ദിവസമായി ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യമാണ്. എവിടെയും, അതായത് നേരത്തെ സെയ്ഫൊക്കെ പറയുന്നുണ്ടായിരുന്നു, അത് എവിടെയും കേട്ടുകൊണ്ടിരിക്കുന്നു. അത് അത്രയ്ക്കുള്ളിൽ നിന്ന് ആത്മാർത്ഥമായി വന്നുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യമായി മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അത് ഓരോ സ്ഥലത്തും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അതൊരു സമരനായകൻ, വിപ്ലവകാരി, രാഷ്ട്രീയ നേതാവ്, പ്രിയപ്പെട്ട ഒരാൾ, ജനപ്രതിനിധി, അതിനപ്പുറത്തേക്ക് ഒരു പൊതുപ്രവർത്തകൻ, അദ്ദേഹം ഏതൊക്കെ തരത്തിൽ ആളുകളെ സ്വാധീനിച്ചോ ആ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും ആ നെഞ്ചിലെ റോസാപ്പൂ എന്നുള്ള മുദ്രാവാക്യം എല്ലായിടത്തും മുഴങ്ങുന്നു എന്നുള്ളതാണ്. അത് മുഴുവൻ ആളുകളും അത് ഏറ്റു ചൊല്ലുന്നു എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് ഒരു മുദ്രാവാക്യം വിളിയുണ്ടോ എന്നുപോലും, ഇനി അത് ഉണ്ടാകുമോ എന്നുപോലും നമുക്ക് അറിയാത്തൊരു സാഹചര്യം. അതാണ് ആ കോരിച്ചൊരിയുന്ന മഴയിൽ പോലും അവരുടെ VS-നോടുള്ള ഒരു സ്നേഹത്തിൻ്റെ, ഇല്ലെങ്കിൽ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം അവരില്ലാതാക്കുന്നില്ല എന്നുള്ളതാണ്. അത്രയധികം ആളുകൾ അങ്ങോട്ട് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ഇനിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് തന്നെയായിരിക്കും. കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇത് തന്നെയായിരിക്കും കാഴ്ച. വലിയ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആളുകൾ പിരിഞ്ഞു പോകുന്നില്ല. ഒരു ഭാഗത്തേക്ക് പോലും മാറി നിൽക്കാൻ തയ്യാറല്ല. അതിനെ അനുഗമിച്ച് അതിനൊപ്പം നടന്നുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം വിളികളുമായി കൂടെ നടന്നുകൊണ്ടിരിക്കുന്നു VS-ൻ്റെ ഇപ്പോഴും മനുഷ്യർ. ഈ വൈകിയ സമയത്തും മനുഷ്യർ ആ മഴയും നനഞ്ഞുകൊണ്ട് VS-നൊപ്പം നടക്കുന്നു.